എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം പാമത്തിനേ, നിൻ കൃപ ഞങ്ങൾ തേകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റുമല്ല ധ്യാനത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങൾ തേജസ്സൊന്ന്, ഭൗമിക ശരീരങ്ങൾ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. വചനം ധാരധാരയായി ഒഴുകും ധന്യമാം നിമിഷം, ഹൃദയം ദീപ്തമാക്കിടാം തിരുവചനം ഉൾക്കൊണ്ടിടാം. ആകാശമണ്ഡലം മാറിയാലും മാറുകില്ല ഈ വചനം. ഭൂമി തലങ്ങൾ നീങ്ങിടവേ നീങ്ങുകില്ല ഈ വചനം. സൗഖ്യമേകും ശാന്തിയേകും ജീവദായക വചനം. സൗഖ്യമേകും ശാന്തിയേകും ജീവദായക വചനം. സത്യവചനം, നിത്യവചനം, അന്നും ഇന്നും എന്നും ദൈവം നൽകും വചനം. സത്യവചനം, നിത്യവചനം, അന്നും ഇന്നും എന്നും ദൈവം നൽകും വചനം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. 10 കന്യകമാരുടെ ഉപമകളിലൂടെ 5 പേര് വിവേകമതികളും 5 പേര് വിവേകരഹിതകളുമാണെന്ന് നമ്മെ അറിയിച്ചുകൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കണമെങ്കിൽ വിവേകമതികളെ പോലെ പെരുമാറണമെന്ന് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. മണവാളൻ വരാൻ വൈകുമ്പോൾ മണവറ തോഴികളോടുകൂടെ വാതിലടച്ച് കിടക്കുന്നവര് അർദ്ധരാത്രിയിൽ
മണവാളൻ വരുന്നു എന്നുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ വാതിലുകൾ തുറന്ന് വിളക്കുകൾ തെളിച്ച് പുറത്തേക്ക് വരുമ്പോൾ വിവേകരഹിതകളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നു. കാരണം എണ്ണ അവരുടെ കൈകളിലില്ല. അതേസമയം വിവേകമതികളായ കന്യകമാർ വിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ചുകൊണ്ടാണ് മണവാളനെ സ്വീകരിക്കുക. 5 പേരിത മണവാളനോട് കൂടെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. വാതില് അടയ്ക്കപ്പെടുന്നു. 5 പേരിത പുറന്തള്ളപ്പെടുന്നു. അവർക്കെതിരെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നു. ഒരുപക്ഷെ നമ്മളിന്ന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ഈ കന്യകമാരെ പോലെയാണ്. 10 കന്യകമാരിൽ 5 കന്യകമാരെ പോലെ ഈ പള്ളിയകത്തുള്ളവരൊക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതിന് തത്തുല്യമാണ്. പലരും പല വിധത്തിൽ എണ്ണയൊരുക്കാൻ കഴിയാതെ ലോകത്തിൽ അലഞ്ഞു നടക്കുകയാണ്. ചിലരൊക്കെ ഈ സാന്നിധ്യം കൊതിക്കുന്നുണ്ടെങ്കിലും വരാൻ കഴിയാത്തവരുണ്ട്. മറ്റു ചിലരാകട്ടെ ഇതിനേക്കാൾ വലുത് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും ജോലിയും അതുപോലെ തന്നെ സമ്പാദ്യങ്ങളുമൊക്കെയാണെന്ന് കരുതുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ സന്തതികളായി മാറിക്കൊണ്ട് ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ നമ്മൾ തുനിയുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നു, ഇന്ന് ഈ വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? തമ്പുരാൻ കാരുണ്യമായനാണ്, എന്നിരുന്നാലും നീതി നിർവഹിക്കാനും ബാധ്യസ്ഥനാണെന്നുള്ള ബോധ്യത്തോടെ മറ്റെല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കാനും എൻ്റേതായ വഴികളിലൂടെ കടന്നു വരാനും ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിന് കാതോർക്കാൻ കഴിയാതെ ഈ ലോകത്തിൽ നെട്ടോട്ടം ഓടുന്നവർക്ക് ഇന്നത്തെ സുവിശേഷം വലിയൊരു പാഠമാണ്. വന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു, വരാത്തവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അവിടത്തോട് കൂടെയായിരിക്കാനും ഈ ലോകത്തിൽ മാത്രമല്ല ഇഹലോക ജീവിതത്തിന് ശേഷം പരലോകത്തിൽ പരമപിതാവിൻ്റെ കൂടെ ആ പിതൃസന്നിധിയിൽ പുത്രവാത്സല്യത്തോടെയും പുത്രിമാരോ ആയിട്ടുള്ള സ്നേഹത്തോടു കൂടെയൊക്കെ തിരുവചനം അനുസരിച്ച് ജീവിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താനുള്ളവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വത്സല മക്കളായി ഈ 31 ദിവസവും പരിശുദ്ധ മാതാവിന് ജപമാലകൾ പ്രത്യേകമായ വിധത്തിൽ ചൊല്ലിക്കൊണ്ടും 10 ദിവസത്തെ നീണ്ട പ്രത്യേകമായ ആരാധന പരിശുദ്ധ കുർബാനയുടെ വാഴുവിനോടുകൂടിയുള്ള നമ്മുടെ ജപമാല എല്ലാം കാഴ്ചവെച്ച് ഇന്ന് ഈ സമാപന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ അണയുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹം വർഷിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ നിമിഷങ്ങളിലേക്ക് കടന്നു വരുന്നവർക്കാണ് ദൈവാനുഗ്രഹം സംലഭ്യമാകുക. പുറത്തുള്ളവർക്കായി വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ അകത്തുള്ളവർക്കായി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ദൈവരാജ്യത്തിൽ എന്നതുപോലെ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളായിട്ട് ഇത് നിലകൊള്ളുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധമ്മയോട് ചേർന്ന് അനുഗ്രഹത്തിനായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എണ്ണ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിറയ്ക്കാൻ നമുക്ക് സന്നദ്ധരാകാം. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താം. നന്മ ചെയ്യാൻ വിട്ടുപോയ നിമിഷങ്ങളെ ഓർത്ത് വ്യസനിക്കുന്നതോടൊപ്പം തന്നെ ഇനി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സന്നദ്ധരാകാം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിനായി നമുക്ക് കാതോർക്കാം. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാണ്. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്ത് അവനെതിരേൽക്കുവിനെന്ന ആർപ്പുവിളിയുണ്ടായി. കന്യകമാരെല്ലാവരും ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരും എന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുക. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങി നിന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റേ കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ
മണിക്കൂറോ നിങ്ങൾക്ക് അറിയുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. തളർന്ന ഞങ്ങളുടെ മനസ്സുകളെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. സ്നേഹം തിരസ്കരിച്ച് ആത്മാവിനെ നിർവീര്യമാക്കി തിന്മയുടെ മാർഗത്തിൽ ജീവിച്ചതിനെക്കുറിച്ച് ഞങ്ങളിതാ പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ആരംഭിക്കുന്ന കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിലൂടെ വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അനീതിയുടെയും പഴയ മനുഷ്യനെ മാറ്റി സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിൽ നീ നിറയ്ക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വസത്തോടും വിനയത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദപിക്കുന്ന പാപികൾക്ക് കരുണയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുകയും അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അസൂയയും കലഹവും ഭിന്നതയും നീക്കി പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമെന്നും ഞങ്ങളുടെ നാടിനെയും ഈ പ്രദേശത്തെയും ഞങ്ങളുടെ ശാന്തിക്കും സമാധാനവും നൽകി ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ധ്യാന ദിവസങ്ങളിൽ വചനം പങ്കുവയ്ക്കുന്നതിനായി അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ വചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ നിറവിലാലും ജ്വലിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി, ഞങ്ങളുടെ മേലധികാരികളെ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയയുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതിമുണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധ ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിനും മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ ഞങ്ങളെ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ മേലധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും ഞങ്ങളെ രൂപതാധ്യക്ഷനായ മാർ പോളിക്കണ്ണുകോടൻ മെത്രാനെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സ്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായി, നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഘാതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ എളിയ പ്രാർത്ഥന കേൾക്കണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ തിരസ്കരിക്കുവാനുമുള്ള വിജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിഷ്കളങ്കരായി ജീവിക്കുവാനും നീതി മാത്രം പ്രവർത്തിക്കുവാനും ഹൃദയം തുറന്ന് സത്യം പറയുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവിക മനുഷ്യരായി ഞങ്ങളുടെ ഇടവക സമൂഹത്തെ വളർത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സ്നേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും
നാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഞാൻ വിതയ്ക്കട്ടെ. ദിവ്യനാഥ, ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ആമേൻ. സകലത്തിന് നാഥനായ ജലത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. യാഗം ഇത് കാൽവരിയാകത്തിനോർമ്മ, ത്യാഗം ഇത് ജീവാർപ്പണത്തിൻ്റെ സമയം. യാഗം ഇത് കാൽവരിയാകത്തിനോർമ്മ, ത്യാഗം ഇത് ജീവാർപ്പണത്തിൻ്റെ സമയം. ബലിവേദിയിൽ ബലിയേകിടാം, തിരുനാഥനായി ദിവ്യ ബലിയായിടാം. ബലിവേദിയിൽ ബലിയേകിടാം, തിരുനാഥനായി ദിവ്യ ബലിയായിടാം. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം
നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവരെയും അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും കൃപാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പൂർവപിതാവാബ്രാഹം യിസ്ഹാക്യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ.
അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സ്വർഗവാസിലായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനെ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവപിതാവിലോശാന ഓശാന ഓശാന സ്നേഹപിതാവിലോശാന ഓശാന 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 രാജാധിരാജനോശാന രാജാധിരാജനോശാന. മാലാഖവൃന്ദം ചേരുന്നു, അവർ സ്വർഗീയ ഗീതം പാടുന്നു. വാനിൽ മാലാഖവൃന്ദം ചേരുന്നു, അവർ സ്വർഗീയ ഗീതം പാടുന്നു. കൈത്താളവും മണിക്കിന്നരവും ഇങ്ങും ഓശാന ഗീതികളായി. ദൈവമത്യുന്നതൻ ദൈവമത്യുന്നതൻ സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ. ദൈവമത്യുന്നതൻ ദൈവമത്യുന്നതൻ സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ. സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ.
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും, സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്കും, അതിരൂപത അധ്യക്ഷൻ ആൻഡ്രസ് പിതാവിനും നിലപിതാവ് പോളിക്കണ്ണുകാരനും മറ്റെല്ലാ മെത്രാന്മാർക്കും, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെ, ശ്രീഹന്മാരുടെ, രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനും ആവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നദ്ധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കൃപതൻ കൈകളിൽ അപ്പം എടുത്തവൻ ചൊല്ലി ചൊല്ലി മുറിയ ഞാൻ നിങ്ങൾക്കായി ചൊരിയാം ചോര നിങ്ങൾക്കായി, ഇതു ജീവന്റെ ദാനം ദൈവീകമാണീ രഹസ്യം. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ, തിരുവോസ്തിരൂപനായി
വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം ആരാധനാഗീതം പാടിടാം വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം ആരാധനാഗീതം പാടിടാം തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപം നിന്നുള്ള പകർന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ അയൽമക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തെ ഈ സ്തുതിയുടെ അരികട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശംശിയുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണമാകപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ.
തൂവെള്ളഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാ മൂടുമെൻ്റെ മാനസം. നാഥാ ആരാധന, നാഥാ ആരാധന, പാടാം ആരാധന, നിത്യം ആരാധന, നാഥാ ആരാധന, നാഥാ ആരാധന, പാടാം ആരാധന, നിത്യം ആരാധന. ആഴിയേക്കാളാഴമേറും സ്നേഹമേ, ബലികല്ലിൽ വിരിയും നറുപുഷ്പമേ. ആഴിയേക്കാളാഴമേറും സ്നേഹമേ, ബലികല്ലിൽ വിരിയും നറുപുഷ്പമേ. കരുതുന്ന സ്നേഹമേ യേശുവേ, കരുണ തൻ വറ്റാത്ത ഉറവയേ, കരുണ തൻ വറ്റാത്ത ഉറവയേ. വൈദ്യുതിയുടെ പ്രാർത്ഥന. നിത്യപുരുദ്ധനായ യേശു, സ്മരണയോധ്യർക്ക് യാതൊരാപ്തം വരാതെ അങ്ങേ വിരുദ്ധയിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറുമെടുക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെ മരണമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമ പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുണമേ. അങ്ങയുടെ കൂടി അയക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. രോഗരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പുരുഷരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യുതിയുടെ രാജ്ഞിയായ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. കർത്താവ് അങ്ങേക്ക് സ്തുതി. നാളെ മാസാദ്യ വെള്ളിയാഴ്ചയാണ്. രാവിലെ 6 മണിക്ക് ആരാധനയോടുകൂടെ വിശുദ്ധ കുർബാന. ശനിയാഴ്ച നമുക്കറിയാം നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ ദിനം. രാവിലെ മാത്രം 6:45 സെമിത്തേരിയിൽ കുർബാനയും സെമിത്തേരി വെഞ്ചരിപ്പും. മരിച്ചവർക്കായിട്ടുള്ള നമ്മുടെ അന്യതാക്രമവും സെമിത്തേരിയിൽ വെച്ചാണ് നടക്കുക. പഴയതുപോലെ കുർബാന മധ്യയുള്ള പിരിവുകൾ അന്യതാകർമ്മത്തിനായിട്ട് നമ്മൾ എടുക്കുന്നതാണ്.
എല്ലാവരും രാവിലെ കുർബാനയിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഇടമുട്ടത്തായിരിക്കും മരിച്ചവർക്കായിട്ടുള്ള കുർബാന. കാലത്ത് വരാൻ പറ്റാത്തവർ ഉച്ചതിരിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന് കുർബാനയിൽ പങ്കുചേരുക. മതബോധന അധ്യാപകർ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡുകൾ എത്തിക്കാത്തവർ നാളെ രാവിലെ തന്നെ അച്ഛനെ ഏൽപ്പിക്കുക. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പ്രോഗ്രസ് കാർഡുകളും അച്ഛൻ നോക്കിക്കഴിഞ്ഞു. പ്രധാന അധ്യാപകൻ അത് വാങ്ങി ഉടനെ തന്നെ ഒപ്പിടുക. ഞായറാഴ്ച എല്ലാ കുട്ടികൾക്കും വീടുകളിലേക്ക് അവരുടെ മാർക്കിൻ്റെ പ്രോഗ്രസ് കാർഡ് നൽകപ്പെടുന്നതായിരിക്കും. നമ്മുടെ പരിശുദ്ധമ്മയുടെ ജപമാലയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ പരിശ്രമിച്ച കേന്ദ്രസമിതി പ്രസിഡന്റിനോടും കേന്ദ്രസമിതി അംഗങ്ങളോടും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഇന്ന് 14 യൂണിറ്റുകാരും യൂണിറ്റ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പള്ളിയിലേക്ക് നടത്തിയ ജപമാല പ്രദക്ഷിണം, നമുക്കറിയാം മഴയായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും പരമാവധി ആളുകൾ വരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞായറാഴ്ച കേന്ദ്രസമിതി മീറ്റിംഗ് ഉണ്ട്. ഈ കേന്ദ്രസമിതി മീറ്റിങ്ങിന് വരുമ്പോൾ 14 യൂണിറ്റ് പ്രസിഡന്റുമാരും നവംബർ മാസം 30-ാം തീയതി നമ്മൾ നടത്തുന്ന റാസകുർബാനയുടെയും ശ്രാദ്ധം തിരുക്കർമ്മത്തിൻ്റെയും ഓരോ വീടുകളിൽ നിന്ന് വരുന്നവരുടെ അംഗസംഖ്യയും അതുപോലെ അവർക്ക് ലഭ്യമായിട്ടുള്ള പിരിവുകളും ഈ ഞായറാഴ്ച മീറ്റിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. അതനുസരിച്ചായിരിക്കും പരിപാടികൾ ക്രമീകരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മഴ നമുക്ക് പെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മളെല്ലാവരും തിരികൾ തെളിച്ച് പുറത്തേക്കിറങ്ങി പരിശുദ്ധമ്മയുടെ ഗ്രോട്ടോയിലെ മാതാവിൻ്റെ സന്നിധാനത്തിലെ ജപമാലയായിരിക്കും. ജപമാല കഴിയുന്നതോടുകൂടി വർണ്ണവിധാനങ്ങൾ കുറച്ച് വെടിക്കെട്ട് പോലെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ നേർച്ച പായസം എല്ലാവർക്കും സംലഭ്യമായിരിക്കും. താടിക്കാരൻ അന്തോണി ജോണിൻ്റെ ഓർമ്മയ്ക്കായി മകൻ ആന്റണിയാണ് അത് പ്രത്യേകം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ജോണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ 10 ദിവസം ജപമാല നേതൃത്വം നൽകിയ യൂണിറ്റുകൾ, അതോടൊപ്പം അവർ നൽകിയ സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളുടെ അറിവിലേക്ക് ഓരോ ദിവസത്തെയും സമർപ്പണം കൂടി ഇന്ന് അറിയിക്കുകയാണ്. 1-ാം ദിവസം ഉണ്ടായത് സെൻറ് മേരീസ് യൂണിറ്റും അൾത്താര സംഘവുമാണ്, 1290 രൂപ. 2-ാം ദിവസം വിശുദ്ധ ഫ്രാൻസിസ് അസീസി യൂണിറ്റും ഗായക സംഘവും 1645 രൂപ. 3-ാം ദിവസം സെൻറ് സെബാസ്റ്റ്യൻ യൂണിറ്റ് മാതൃസംഘം 1600 രൂപ. 4-ാം ദിവസം തിരുഹൃദയ യൂണിറ്റും വിൻസെന്റ് പോൾ സംഘടനാംഗങ്ങളും മതബോധന PTA അംഗങ്ങളും 1825 രൂപ. 5-ാം ദിവസം തിരുക്കുടുംബ യൂണിറ്റും CLC ജൂനിയർ പ്രതിനിധി യോഗാംഗങ്ങൾ. കണ്ടതിലേറ്റവും സമർപ്പണം മോശമായത് 5-ാം യൂണിറ്റും സംഘടനയാണ്, 895 രൂപ. 6-ാം ദിവസം മദർ തെരേസ യൂണിറ്റ് കാർമൽ യൂത്ത് കാത്തലിക് മൂവ്മെന്റ് 1920 രൂപ. 7-ാം ദിവസം സെയിന്റ് ആന്റണീസ് യൂണിറ്റ് മതബോധന അധ്യാപകർ സോഷ്യൽ ആക്ഷൻ അംഗങ്ങൾ 2580 രൂപ. 8-ാം ദിവസം സ്വർഗാരോപിത മാത തിരുവാല സഖ്യം പ്രാർത്ഥനാ ഗ്രൂപ്പ് 2060 രൂപ. 9-ാം ദിവസം സെന്റ് തോമസ് യൂണിറ്റ് ഏകോപന സമിതി മതബോധന കുട്ടികൾ 4760 രൂപ. 10-ാം ദിവസം നിത്യസഹായ മാത ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ പള്ളി ജോലിക്കാർ 2230 രൂപ. അങ്ങനെ ആകെ 20,805 രൂപ ഈ ദിവസങ്ങളിലെ സമർപ്പണം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പള്ളിയുടെ ഈ 10 ദിവസത്തെ ചെലവുകൾ കഴിച്ച ബാക്കി സംഖ്യ നമ്മുടെ മാതാവിൻ്റെ തിരുനാൾ വരുന്നു. മാതാവിൻ്റെ ജപമാല ലഭിച്ച സംഖ്യ ബാക്കിയുള്ളത് തിരുനാളിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വിനിയോഗിക്കുന്നതാണ്. സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം അനുസ്മരിക്കുന്നു കുളങ്ങര വിൻസെന്റ് മകൾ ജിൽസ. പരമസ്നേഹസ്വരൂപനായ കർത്താവേ, പരിശുദ്ധമ്മയോട് ചേർന്ന് ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസ സായാഹ്നത്തിൽ ഈ ബലിവേദിയിലേക്ക് കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. 14 യൂണിറ്റുകളിൽ നിന്നും പ്രദക്ഷിണമായും
അല്ലാതെയും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അമ്മയുടെ അനുഗ്രഹത്തിനായി ഒന്നു ചേർന്ന് വിശുദ്ധ ബലിയർപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. അവരുടെ ആശകളും അഭിലാഷങ്ങളും അങ്ങ് പൂർത്തീകരിക്കണമേ. ഉത്തരവാദിത്വത്തോടുകൂടെ തിരുസന്ദേശം നൽകിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുങ്ങി നിന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചതുപോലെ ഒരുക്കത്തോടുകൂടി എല്ലാവരും കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവാലയത്തിലേക്ക് കടന്നു വരാതെയും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഭക്തിയും മാധുര്യമയും ആസ്വദിക്കാതെയും പുറത്തു നിൽക്കുന്നവരെ നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവരുടെ മാനസാന്തരത്തിനും ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് പ്രാർത്ഥനയുടെ മക്കളായി വളരുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളെയും ബാലകന്മാരെയും യുവാക്കളെയും ഭാര്യഭർത്താക്കന്മാരെയും വയോവൃദ്ധരായ സഹോദരങ്ങളെയും രോഗികളായിട്ടുള്ളവരെയും വിദൂരങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെയും അനുസ്മരിക്കുന്നതോടൊപ്പം ഇടവക സമൂഹത്തിൽ അവർ തെരഞ്ഞെടുത്ത വൈദികരെയും സന്യാസികളെ അനുസ്മരിക്കുന്നു. ഇനിയും ധാരാളം ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നു. മരണം വഴി ഇടവക സമൂഹത്തങ്ങ പക്കലേക്ക് വിളിക്കപ്പെട്ട ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സന്യാസ ഭവനങ്ങളെയും സന്യാസിനികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ. ഇടവക സമൂഹത്തിലെ വിധവകളായ മക്കൾക്ക് അവിടുന്ന് സംരക്ഷകനാകണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. പലവിധ രോഗങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് തുണയും സങ്കേതവുമാകണമേ. ജീവിത വ്യഗ്രതകളാലും ജീവിതാവസ്ഥ പ്രവേശിക്കാൻ കഴിയാതെയും അലയുന്ന മക്കളെ ജീവിതാവസ്ഥകളിലേക്ക് പ്രവേശിപ്പിക്കണമേ. വിദ്യാർത്ഥികളുടെ പഠന കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി വിജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തണമേ. ഞങ്ങളുടെ യുവാക്കളെ ആത്മീയമായ ഉണർവിലും ചൈതന്യത്തിലും നിലർത്തണമേ. പരിശുദ്ധ പിതാവിനെയും സഭാമേലധ്യക്ഷന്മാരെയും ലോകമെമ്പാടുമുള്ള വൈദികരെയും മിഷണറിമാരെയും നമ്മുടെ രൂപതയെയും രൂപതാധ്യക്ഷനെയും രൂപതയിൽ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും സംഘടനാ പ്രവർത്തനം സമർപ്പിക്കുന്നതോടൊപ്പം ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചച്ഛനെയും എളിയവനായ എന്നെ തന്നെയും അങ്ങനെ സ്നേഹത്തിനും കരുണയ്ക്കുമായി സമർപ്പിക്കുന്നു. ജപമാലയുടെ സമാപനത്തിന്റെ പരിപാടികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കേന്ദ്രസമിതി അംഗങ്ങളെയും കാർമൽ യൂത്ത് അംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് ജന്മദിനം അനുസ്മരിക്കുന്ന ജിൽസയെയും പ്രത്യേകം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നിങ്ങളെ സമ്പൂരിതരാക്കണമേ. അങ്ങേ തിരികിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി വർദ്ധിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവാം മിശിഹ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്വർഗത്തിൽ നിന്നാകതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ നിത്യമഹോന്നതമാപ്പം നീ. സ്വർഗത്തിൽ നിന്നാകതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ നിത്യമഹോന്നതമാപ്പം നീ. നമ്മുടെ ഇടവകയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഇടവകയുടെ കേന്ദ്രബിന്ദുവായി ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബത്തിനും അതിലെ ഓരോ അംഗത്തിനും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹദാനങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സംഘടനകളെയും അവയോട് സഹകരിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സാമ്പത്തിക വിഷമതകളിൽ നിന്നും ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും ഇടവാംഗങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള വൈദികർ, സന്യാസികൾ, അൽമായ പ്രേക്ഷികർ തുടങ്ങിയവർക്ക് നിത്യാശ്വാസം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലുള്ള രോഗികൾ, ആസന്ന മരണം എന്നിവരെ കാത്തു പരിപാലിക്കണമെന്നും പാപവഴികളിലും അപകട സാഹചര്യങ്ങളിലും ചരിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനും അവരുടെ സഹപ്രവർത്തകരുമായി ഈ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങൊന്ന് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയെ അങ്ങൊന്ന് ആശീർവദിക്കണമേ. കുടുംബങ്ങൾ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വളർന്നുവരുവാൻ ഇടയാക്കണമേ. കുഞ്ഞുമക്കളെ നിർമ്മലരായി കാത്തുകൊള്ളണമേ. വിദ്യാർത്ഥികളെയും യുവതിയുവാക്കന്മാരെയും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നൽകി നേർവഴിയിൽ നടത്തണമേ. ഭാര്യ ഭർത്താക്കന്മാരെ നിർമ്മല സ്നേഹത്താൽ ബന്ധിക്കണമേ. ഉത്തമരായ ധാരാളം വൈദികരും സന്യാസികളും അൽമായ പ്രേക്ഷിതരും ഞങ്ങളുടെ ഇടവകയിൽ നിന്നുണ്ടാകാൻ ഇടവരുത്തണമേ. ഇവിടെ നിന്ന് സഭാ സേവനത്തിനായി പോയിട്ടുള്ളവരെയും ദൂരദേശങ്ങളിൽ പോയി വസിക്കുന്നവരെയും സംരക്ഷിക്കണമേ. കുടുംബ ഭദ്രതയെ തകർക്കുന്നതും ഭിന്നത വളർത്തുന്നതുമായ എല്ലാ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഭരണാധികാരികളെയും ഞങ്ങളുമായി സമ്പർക്കത്തിൽ കഴിയുന്ന നാനാജാതി മതസ്ഥരെയും അവിടുത്തെ സമൃദ്ധമായ അനുഗ്രഹം നൽകി ആശീർവദിക്കണമേ. ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗ സൗഭാഗ്യം അനുഭവിപ്പാൻ ഇടവരുത്തുകയും ചെയ്യണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാദനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവ
ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകിടമേ വത്സരസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം